ഒരു വ്യക്തിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്. രോഗി ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് നമ്മുടെ ഹിസ്റ്ററി നമ്മൾ ചോദിച്ചറിഞ്ഞ് എക്സാമിനേഷൻ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫൈൻഡിങ്സ് കാര്യങ്ങൾ കാണും. ആ ഒരു ഫൈൻഡിങ്സിനെ നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ ചില ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എക്സ്റേ തന്നെയാണ്. എക്സ്റേനകത്ത് നമ്മൾ ആ ഒരു തേയ്മാനം എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പല ഗ്രേഡ്സ് ഉണ്ട്. സ്റ്റേജ് 1, 2, 3, 4 അങ്ങനെ 4 സ്റ്റേജ് ഒക്കെ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റാർട്ടിങ്, 2, 3 പറഞ്ഞാൽ കുറച്ചുകൂടെ തേയ്മാനം കൂടുതലായിട്ട് 25%, 50%, 75% എന്നുള്ള രീതിയിൽ. സ്റ്റേജ് 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 100% കാർട്ടിലേജ് തേഞ്ഞ് എല്ലും തമ്മിൽ അടുത്ത് ബോൺ തമ്മിൽ ടച്ചായി വരുന്ന ഒരവസ്ഥ വരാം. അതിനുശേഷം പിന്നെയും ഒരഞ്ഞു വരുന്ന അവസ്ഥയിൽ കാലുകൾക്ക് വളവുകൾ വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എക്സ്റേ ആണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീജനറേറ്റീവ് അല്ലാതെ ഇൻഫ്ലമേഷന്റെ എന്തെങ്കിലും സാധ്യതകളൊക്കെയാണ് കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഇപ്പം ആമവാദമാണെന്നുണ്ടെങ്കിൽ ആമവാദമാണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളുണ്ട്. മറ്റ് സോറിയാറ്റിക് ആർത്രോപ്പതി ആണോ അല്ലെങ്കിൽ ഗൗട്ടിന്റെ ടെസ്റ്റ്, യൂറിക് ആസിഡ് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ മറ്റു കാരണങ്ങൾ കൊണ്ട് ആണോ ഈ തേയ്മാനം വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റുകളും ചെയ്യാം.